മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. FM റേഡിയോയ്ക്ക് വേണ്ടി എങ്ങനെ നമുക്കൊരു ഫോൾഡഡ് ഡൈപോൾ ആന്റിന ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോൾഡഡ് ഡൈപോൾ ആന്റിന FM റേഡിയോയിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ട് കൂടി കൊടുത്താൽ മാത്രമേ ഈ ആന്റിന FM റേഡിയോയിൽ നന്നായി വർക്ക് ചെയ്യുകയുള്ളൂ. ഈ ഒരു ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ടിന്റെ മെറ്റീരിയൽസ് കണ്ടെത്തുക എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് എങ്ങനെ ഈ ഒരു ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, കാരണം ഇതിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് മിസ്സായി പോകും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫോൾഡഡ് ഡൈപോൾ ആന്റിനയുടെ ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ടാണിത്. പണ്ടത്തെ TV ആന്റിനകളിൽ ഉപയോഗിച്ചിരുന്ന ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ടാണിത്. ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറും 2 കപ്പാസിറ്ററുകളും അടങ്ങിയതാണ് ഈ ഒരു സർക്യൂട്ട്. ഇതിൻ്റെ ഇൻപുട്ട് ഇംപെഡൻസ് 300 ഓംസും ഔട്ട്പുട്ട് 75 ഓംസുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയെടുത്ത FM ഫോൾഡഡ് ഡൈപോൾ ആന്റിനയാണിത്. ഈ ആന്റിന ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ട് ഞാൻ ഈ ആന്റിനയിൽ നിന്നും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി TV കോയാക്സിൽ കേബിൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു കോയാക്സിൽ കേബിൾ ഈ ആന്റിനയുടെ മൊത്തത്തിലുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കേബിൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതിൻ്റെ രണ്ടറ്റത്തു നിന്നും ഇൻസുലേഷൻ മുറിച്ച് കളയുക. ഈ ഒരു കോയാക്സിൽ കേബിളിൻ്റെ ഷീൽഡിങ്ങും കോറും കട്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോയാക്സിലിൻ്റെ രണ്ടറ്റവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കോയാക്സിൽ കേബിളിൻ്റെ ഷീൽഡിങ്ങിലുള്ള ആ ഒരു വയറിലേക്ക് ഒരു കോപ്പർ വയർ ചുറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ വയറിൻ്റെ കോപ്പർ വയറാണ് ചുറ്റിയെടുക്കുന്നത്. ഇതിൽ ലെഡ് ടിൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ കോയാക്സിൽ കേബിളിൻ്റെ ഷീൽഡിംഗ് എന്ന് പറയുന്നത് അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും നേരിട്ട് സോൾഡർ ചെയ്ത് ഒട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു കോപ്പർ വയർ ചുറ്റുന്നത്. കോപ്പർ വയർ ചുറ്റി അത് സോൾഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി ഈ കോയാക്സിൽ കേബിളിൻ്റെ സെൻറ്ററിലുള്ള ചെമ്പ് കമ്പി ഈ ഒരു ഫോൾഡഡ് ഡൈപോൾ ആന്റിനയുടെ 2 ഭാഗത്തും സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക. ഇനി ഈ കോയാക്സിൽ കേബിളിൻ്റെ രണ്ടറ്റത്തു നിന്നുള്ള ഷീൽഡിംഗ് വയർ വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലെ കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇനി മറ്റൊരു കോയാക്സിൽ കേബിൾ എടുക്കുക. ഈ ഒരു കോയാക്സിൽ കേബിളാണ് ആന്റിനയിൽ നിന്നും റേഡിയോയിലേക്ക് പോകുന്നത്. ഈ ഒരു കോയാക്സിൽ കേബിളിൻ്റെ സെൻറ്ററിലുള്ള ചെമ്പ് കമ്പി ഈ എലമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഷീൽഡിംഗ് നേരത്തെ കണക്ട് ചെയ്ത ഷീൽഡിംഗ് വയറിലേക്കും സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യുക.
ഫ്രണ്ട്സ്, ഫോൾഡഡ് ഡൈപോൾ ആന്റിനയുടെ ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു ഫോൾഡഡ് ഡൈപോൾ ആന്റിന ഞാനൊരു PVC പൈപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ട്രൈപോഡ് വഴി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ വയറ് ഞാൻ ഈ ഒരു FM റേഡിയോ ബോർഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആന്റിന നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. இன்று முதல் ஒரு போன் ரிங் ஆகுது, ஏதோ ஒரு கால் வருது. 2-3 വർഷം കൊണ്ട് നമുക്ക് വലിയൊരു വെല്ലുവിളിയായ കോവിഡ് നമ്മൾ ശാസ്ത്രീയമായ ഒരു അപ്രോച്ചിൽ കുറഞ്ഞ ചെലവിൽ നേടണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? കൊച്ചിയിൽ 2 വർഷവും യുകെയിൽ 1 വർഷവും പഠിച്ച് சொன்ன மாதிரி நேஷன் வைட் ரெகக்னிஷன். நான் இப்போ நம்ம யூனிவர்சிட்டி வழியா ஒரு டிகிரி வாங்குறவங்க வந்து இந்த டிகிரி സർട്ടിഫിക്കറ്റ് வந்து எவ்வளவு பேர் ஆக்சஸ் பண்ணுது? ஒரு രോഗത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചത്. இப்போது விற்பனையில் கோகுலம் கதிர் எங்கேயும் கிடைக்காது. ഫോൾഡഡ് ഡൈപോൾ ആന്റിനയുടെ ഇംപെഡൻസ് മാച്ചിങ് സർക്യൂട്ട് ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വളരെ വളരെ വ്യത്യസ്തമായ വീഡിയോകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കണ്ടന്റുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോമൻ. ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.